ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മല്ലു സീരീസ് ചാനലിൽ വെൻ എ സ്നെയിൽ ഫോൾസ് ഇൻ ലവിൻ്റെ ഫൈനൽ എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിൽ തന്നെ മിങ് വന്നിട്ട് ആദ്യം ഇവരൊരു ചെറുക്കൻ വന്ന് പറ്റിക്കാൻ നോക്കിയില്ല, ആ ചെറുക്കനെ ഫോളോ ചെയ്ത് പോവാ കേട്ടോ. എന്നിട്ടാണെങ്കിൽ അവളാണെങ്കിൽ അവനെ ചെന്ന് ഫോളോ ചെയ്ത് പോകുന്നത് മനസ്സിലാക്കി അവൾ നേരെ തിരിയും. ആ സമയത്ത് കറക്റ്റ് അങ്ങോട്ട് ലിങ്ങും വരും കേട്ടോ. ലിങ്ക് വന്നു കഴിയുന്ന സമയത്തും ഈ ഫ്രോഡ് കാണിച്ച് ചെറുക്കനെ ടീമിലുള്ള എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഇവരുടെ ചുറ്റും വളയുവാണ്. ഇതേ സമയം കാണിക്കുവാണ് വിറ്റയെ കൊണ്ടുപോയിട്ട് ഒരു റൂമിൽ ആദ്യം അടച്ചിടുവാണ്. എന്നിട്ട് വിറ്റയെ അതുപോലെ തന്നെ വേറൊരു പെണ്ണിനെയും കൂട്ടി മേക്കപ്പ് ഇടാൻ കൊണ്ടുപോവാണ്. കാരണം അവിടെ നടക്കുന്നത് വന്നിട്ട് ഈ പെണ്ണുങ്ങൾ ലേലത്തിന് കൊടുക്കും 6 മാസത്തേക്കും, ആ സംഭവമാണ് കേട്ടോ. എന്നിട്ടാണെങ്കിൽ ബൈ ആണെങ്കിൽ ഉണ്ടല്ലോ ആ സമയത്ത് കറക്റ്റ് എൻട്രി ആവുന്നുണ്ട് നമ്മുടെ മിങ്ങിനെയും ലിങ്ങിനെയും രക്ഷിക്കുക. അവരുടെ കയ്യിൽ കത്തി പോലുള്ള സംഭവമാണ്. ബൈൻ്റെ കയ്യിൽ കണ്ണ് കാണുമ്പോൾ എല്ലാവരും ഓടുക. മാത്രമല്ല ബൈ വന്നിട്ട് ഈ ഒരു ഫ്രോഡ് കാണിച്ച ആ ഒരു ചെറുക്കനെ വന്നിട്ട് ഒരു റൂമിനകത്ത് അടച്ചിട്ടിട്ട് മിങ്ങും ബൈയും കൂടിയിട്ട് അവിടെ ഒരു സെർവൻറ്റിൻ്റെ വേഷമുണ്ട്, അത് ഇട്ടിട്ട് ഈ ലേലം നടക്കുന്ന സ്ഥലത്തോട്ട് പോവാണ് വിറ്റയെ രക്ഷിക്കാനായിട്ട്. അങ്ങനെ വിറ്റയെ മറ്റൊരു പെണ്ണിനെ ലേലത്തിന് വിടുക കേട്ടോ. ആദ്യം മറ്റേ പെണ്ണിനെ ലേലത്തിന് വിട്ടതിന് ശേഷം വിറ്റയെ ലേലത്തിന് വിടാൻ നിൽക്കുന്നത് നമ്മുടെ ഹാൻ അവിടെ ഓൾറെഡി ഒരു VIP റൂമിലുണ്ട്, അവിടെ വെച്ച് കാണുക. അപ്പോൾ വിറ്റയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ഹാൻ അവളെ ലേലം എടുക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. ഈ സമയത്താണെങ്കിൽ ബൈ ആണെങ്കിൽ അവന് വേണ്ടി ജ്യൂസോ എന്താണ്ട് കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത് ഹാൻ അവിടെ വെച്ച് കാണുമ്പോൾ ഷോക്കായി നോക്കിക്കുക. പക്ഷെ അവൻ കുറേ നേരം അവിടെ നിൽക്കുവാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഡൗട്ട് തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബൈ അവിടെ നിന്ന് വരുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വിറ്റയുടെ ലേലം എടുത്ത് തീരുവാണ്. VIP റൂം 1ക്കാണ് അവളെ ലേലം എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറുക്കൻ ഉണ്ടല്ലോ, ഇവർ കൊണ്ടുപോയ ചെറുക്കൻ, അവൻ വന്നിട്ട് വിറ്റയെ അങ്ങോട്ട് ആക്കാൻ വേണ്ടി ഒരു സെർവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുക. ആ സെർവൻറ്റ് വേറെ ആരുമില്ല, നമ്മുടെ ബൈ കേട്ടോ. ആ ബൈനെ കാണുമ്പോഴാണ് നമ്മുടെ വിറ്റയ്ക്ക് ആകെ മൊത്തത്തിൽ ആശ്വാസമാവുന്നത്. അവളാണെങ്കിൽ നമ്മുടെ ബൈനെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് കരയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ബൈ ഇങ്ങനെ പറയുവാണ്, ഞാനിങ്ങനെ ഹാനെ VIP റൂമിൽ കണ്ടെന്ന് പറയുകയാണ്, നമുക്ക് ഹാനെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ അവിടെ നിന്ന് ഇറങ്ങാം. ഈ സെയിം ടൈമിൽ ഹാൻ വന്നിട്ട് ലൂഗറിനെ കണ്ടിട്ട് ലൂഗറിൻ്റെ പിന്നാലെ ഫോളോ ചെയ്ത് പോവാണ്. ഇതേ സമയം നിക്ക് വന്ന് അവൻ്റെ പോലീസ് ഫോഴ്സിനെയും കൊണ്ടുവന്നിട്ട് ആ ലേലം നടക്കുന്ന സ്ഥലത്തേക്ക് വരും കേട്ടോ. ബൈ ആണെങ്കിൽ അവിടെയുള്ള എല്ലാവരും വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. ഇനിയാണെങ്കിൽ നമ്മുടെ ഹാൻ ഉണ്ടല്ലോ നമ്മുടെ തോക്ക് ചൂണ്ടിയിട്ട് ഹാൻ്റെ ബാക്കിൽ നിൽക്കുക കേട്ടോ. ആ സമയത്ത് ആ ലൂഗർ വന്നിട്ട് ഇവൻ്റെ കയ്യിലുള്ള തോക്ക് അവൻ വാങ്ങിച്ചിട്ട് ഷൂട്ട് ചെയ്ത് ഹാനിനെ കൊല്ലുവാണ്. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഹാൻ വന്നിട്ട് ഇവൻ്റെ മുഖം കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഷോക്കാവുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗൺ ഷോട്ട് കേട്ടോണ്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ട് ഓടി വന്ന് നോക്കുക കേട്ടോ. അവർ വന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ഹാൻ മരിച്ചു പോകുക. അതുകൊണ്ട് തന്നെ ആരാണ് ആ ഒരു ലൂഗർ എന്നുള്ള കാര്യം വന്നിട്ട് ഇവർക്ക് അപ്പോഴും അറിയാൻ സാധിക്കുന്നില്ല. എന്നിട്ട് പിറ്റേന്ന് വന്ന് പോലീസ് സ്റ്റേഷനെ കാണിക്കട്ടോ. പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് ആകെ സങ്കടത്തിലാണ്. കാരണം അവരുടെ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഫാമിലി പോലെയൊക്കെ അല്ലായിരുന്നു. അപ്പോൾ ഹാൻ മരിച്ചതിൻ്റെ സങ്കടത്തിലാണ്. ആ സമയത്ത് ചീഫ് അങ്ങോട്ട് വന്നിട്ട് ന്യൂസ് റിപ്പോർട്ട് കാണിക്കുകയാണ്. കാരണം ഹാൻ അവിടെ വെച്ചല്ലേ മരിച്ചത്. അപ്പോൾ ഹാനിനെ പറ്റി ഭയങ്കര വൃത്തിയായിട്ട് രീതിക്കൊക്കെയാണ് ന്യൂസ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കേട്ട് ബൈക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഹാനിനെ പറ്റി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന രീതിക്ക് അവിടെ ചൂടായി സംസാരിച്ചിട്ട് ബൈ അവിടെ നിന്ന് പോവാട്ടോ. ഇനിയാണെങ്കിൽ ആ ലേലത്തിന് വേണ്ടി കൊണ്ടുവന്ന ആ പെമ്പിള്ളേരെല്ലാം വന്ന് ഇവർ രക്ഷിച്ചുകൊണ്ട് വന്ന് കാണും. അപ്പോൾ ആ പെമ്പിള്ളേരെ ചോദ്യം ചെയ്യാനായിട്ട് മിങ്ങും വിറ്റയും കൂടിയാണ് പോകുന്നത്. അങ്ങനെ ഒരു പെങ്കൊച്ചിന് ചോദ്യം ചെയ്യുന്ന സമയത്ത് ആൾ പറയുകയാണ്, എനിക്ക് ആ കിഡ്നാപ്പേഴ്സിൻ്റെ മുഖമൊന്നും ഓർമ്മയില്ല, പക്ഷെ കണ്ടില്ല, എൻ്റെയും കിഡ്നി എടുത്തെന്ന് പറഞ്ഞ് പറയുക കേട്ടോ. എന്നിട്ട് ഒരു പുറത്ത് വരുന്ന സമയത്ത് വിറ്റ പറയുകയാണ്, ആക്ച്വലി ഇതിലൊരു പെങ്കൊച്ചും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ അവളുടെ പേര് വന്ന് നമ്മൾ രക്ഷിച്ചവരുടെ ലിസ്റ്റിലില്ല, ആ പെണ്ണ് മാത്രം മിസ്സിങ് ആണെന്ന് പറയാം കേട്ടോ. ഇനി ബൈ ആണെങ്കിൽ ഓൾറെഡി നമ്മുടെ വിറ്റയെ കൊണ്ടുപോയ ഒരാളെ ഇവർ അറസ്റ്റ് ചെയ്തല്ലോ. അയാൾ ഒരുമാതിരി അടിച്ച് കോലമാക്കിയിട്ട് ചോദിക്കുകയാണ്, സത്യം പറ ലൂഗർ ആരാ എന്താന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ പറയാണ്, ഞാൻ ആകെ ഒരു വട്ടേ അവനെ കണ്ടിട്ടുള്ളൂ, പക്ഷെ ആ സമയത്ത് അവൻ്റെ മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് ആരാ അറിയത്തില്ലെന്ന് ആ ഒരു ചെറുക്കൻ പറയുവാണ്. ഇനി നമ്മുടെ ലിങ് ആണെങ്കിൽ ഹോസ്പിറ്റലല്ലായിരുന്നു, അവൻ ഇവിടുന്ന് തിരിച്ചു വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വരും കേട്ടോ. അപ്പോഴാണെങ്കിൽ ഇവർ ബർത്ത്ഡേക്ക് എങ്ങാണ്ട് നമ്മുടെ ഹാനിന് ഗിഫ്റ്റൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം വെച്ച് അവരെല്ലാവരും സങ്കടപ്പെടുവാണ്. ഇനിയാണെങ്കിൽ നമ്മുടെ ഓൾറെഡി ഹാൻ മരിച്ചു പോകേണ്ട അവനൊരു പോലീസ് ഓഫീസർ ആയിരുന്നല്ലോ. അപ്പോൾ അവന് അതിൻ്റെ അവസാനത്തെ ഒരു ആദരാഞ്ജലികൾ നടത്തുന്ന പോലെ ഒരു പ്രോഗ്രാം വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ ബൈ മാത്രമല്ല, ബൈ ആണെങ്കിൽ നമ്മുടെ ഹാൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ചെന്നിരുന്ന ഹാൻ്റെ ഓർമ്മകളോട് കൂടിയാണ് അവിടെ ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അന്ന് രാത്രിയാകുന്ന സമയത്തും ഈ ഹാൻ്റെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ബൈയെ അവൻ്റെ ആ ഒരു ഹാൻ്റെ വീട്ടിലേക്ക് പോകാട്ടോ. ആ സമയത്ത് ഓൾറെഡി അവിടെ ആരും ഉള്ള പോലെ അവന് തോന്നുന്നുണ്ട്. അവൻ തോക്കും ചൂടിയിട്ടാണ് അകത്ത് പോകുന്നത്. പക്ഷെ അവിടെ ഉള്ളത് വേറെ ആരും വരുന്നുണ്ട്, വിറ്റയ്ക്ക് ഓൾറെഡി ഡൗട്ട് ഉണ്ടായിരുന്നു ഹാൻ വന്ന് ഈ കേസിനെ പറ്റി അന്വേഷിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി അവൾ പറഞ്ഞത്. അവർ നോക്കുന്ന സമയത്ത് ഈ ഒരു ലൂഗറിൻ്റെ കേസ് പ്രൈവറ്റായിട്ട് ഹാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആൾ അവിടെ വന്നിട്ട് VIP റൂമിൽ ഒരു ഗസ്റ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നതും. എന്നിട്ടാണെങ്കിൽ അന്ന് അത്രയും ലേറ്റ് നൈറ്റായി, അവർക്ക് ഇനിയും കേസിനെ പറ്റി കുറച്ചൊക്കെ അന്വേഷിക്കാനുള്ളതുകൊണ്ട് വിറ്റയെ വന്നിട്ട് ബൈ വന്ന് ബൈയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോവാണ്.
ഇനിയാണെങ്കിൽ ബൈ വീട്ടിൽ ചെന്നതിന് ശേഷം ഉണ്ടല്ലോ അവനൊരു ഷൂട്ടിംഗ് ബോർഡ് ഉണ്ട് കേട്ടോ. അതിൽ വന്നിട്ട് ആക്ച്വലി ഹാൻഡ് വന്ന് നല്ല വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യുമായിരുന്നല്ലോ. അപ്പോൾ ഇവനും പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ട് വിറ്റ് വന്നിട്ട് പറയണം, നീ എന്തിനെങ്കിലും സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ബൈ പറയാം, അത് വേറെ ഒന്നുമല്ല, ഞാൻ ഈ ലുഗർ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോട്ട് എനിക്ക് പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആദ്യം ബദ്ലീൻ, ഇപ്പോൾ ദാണ്ട് ഹാൻഡ്, നീ അടുത്ത് നിൻ്റെ കാര്യം ആലോചിച്ച് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആവുന്ന സമയത്ത് ബൈൻ്റെ വീട്ടിലോട്ട് ബൈൻ്റെ അമ്മ വരും കേട്ടോ. ബൈൻ്റെ അമ്മയ്ക്ക് ഓൾറെഡി ഇവർ രണ്ടുപേരും പോലീസുകാരായതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല ഇവരുടെ റിലേഷൻഷിപ്പിൽ. അത് പറയുകയാണ്, എന്നിട്ട് പറയണം, ഞാൻ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് സമ്മതിക്കത്തില്ല, നിങ്ങളുടെ മാരേജിനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്നും. അപ്പോൾ ബൈ ആണെങ്കിൽ ഒരു റിങ് അവൻ്റെ ആ ഒരു പേഴ്സിലുണ്ട്, അത് കാണിച്ചിട്ട് പറയും, ഇത് ഞാൻ വിറ്റയ്ക്ക് വേണ്ടി വാങ്ങിച്ചത്, ഞാൻ ലൈഫിൽ ഒരാളെ കല്യാണം കഴിക്കുന്നെങ്കിൽ അത് വിറ്റയെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിറ്റയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോരും കേട്ടോ. എന്നിട്ടാണെങ്കിൽ വിറ്റെടുത്ത് പറയണം, നിന്നെ ഞാൻ ഒഫീഷ്യലി പ്രൊപ്പോസ് ചെയ്യുന്ന ഒന്ന് വെയിറ്റ് ചെയ്യും, പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ എന്ന് പറയണം. ഇനിയാണെങ്കിൽ ഓൾറെഡി ഹാൻഡ് വന്ന് നമ്മുടെ ബയ്യൻ്റെ അടുത്ത് പറഞ്ഞു കാണും, ഞാൻ നിനക്ക് വേണ്ടി ഒരു പുതിയ ഗണ്ണ് വാങ്ങിച്ചു വെച്ചിട്ട് നീ ഫ്രീ ആകുമ്പോൾ വന്ന് വാങ്ങിക്കാൻ. ഇപ്പോൾ അത് അവൻ ചെന്ന് വാങ്ങിക്കോട്ടെ. അപ്പോൾ അതിനകത്ത് നോക്കുന്ന സമയത്തും ഒരു മെമ്മറി കാർഡ് ഉണ്ട്. ആ മെമ്മറി കാർഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഹാൻഡ് വന്ന് പ്രൈവറ്റായിട്ട് ഇവരാരും അറിയാതെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഹാൻഡിന് കിട്ടിയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്ന് നമ്മുടെ ബൈക്ക് കിട്ടുവാണ്. ഇനിയാണെങ്കിൽ വേറൊരാളെയും കൂടി ഇവർ അറസ്റ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ അയാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അയാൾ പറയുകയാണ്, ലൂഗറിനെയൊക്കെ പോയി കാണാൻ വെച്ചാൽ ഭയങ്കര കഷ്ടമൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അയാൾക്ക് ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്ന ആളെ എനിക്കറിയാം, ആ ഒരു ഡീലർ എനിക്കറിയാം, അയാളെ വേണമെങ്കിൽ പോയി കാണാൻ ബയ്യൻ്റെ അടുത്ത് പറയുകയാണ്. ഇതേ സമയം വിറ്റുകയാണെങ്കിൽ ഓൾറെഡി ആ രക്ഷപ്പെട്ട പെൺപിള്ളേരുണ്ടല്ലോ, ഇവർ രക്ഷപ്പെടുത്തിയ പെൺപിള്ളേരുണ്ടല്ലോ, അവരുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പെങ്കൊച്ച് മിസ്സിങ് ആയ അവളെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ പെൺപിള്ളേർ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെ പറ്റി ഒന്ന് അറിഞ്ഞുവിടുന്നത് കേട്ടോ. അപ്പോഴാണെങ്കിൽ ഇവർ ഫോളോ ചെയ്തൊരു കാറ് വരുന്നുണ്ട്, ഒരു ബ്ലാക്ക് കാറും. അപ്പോൾ ഇത് കണ്ട് വിറ്റയ്ക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. വിറ്റ് തന്നെ ആ രണ്ട് പെൺപിള്ളേരെ അവർ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുവാണ്. മാത്രമല്ല ചീഫാണെങ്കിൽ ചീഫിൻ്റെ വൈഫിനെ കാണാൻ പോയേക്കാം. ഓൾറെഡി നമ്മൾ ചീഫിൻ്റെ വൈഫിന് ഇച്ചിരി വയ്യാതെ കിടക്കുവാണ്. അപ്പോൾ ആളെടുത്ത് നല്ല കെയറിങ്ങിലൊക്കെ സംസാരിക്കുവാണ്. നമ്മുടെ ബൈ ആണെങ്കിൽ ആ ഒരു ഡ്രഗ് ഡീലറെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അയാളെ ഭീഷണിപ്പെടുത്തി വെച്ചേക്കും കേട്ടോ. അപ്പോൾ അയാൾക്ക് വേറെ വഴിയില്ല, ഇനിയിപ്പോൾ ലൂഗർ എവിടെയുള്ളതെന്ന് വെച്ചാൽ കാണിച്ചു കൊടുത്തേ വരത്തുള്ളൂ. അപ്പോൾ അയാളും ശരി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബൈൻ്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ബൈനെ ഫോളോ ചെയ്ത് വിറ്റ് അവരെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇനി ലൂഗറിൻ്റെ അടുത്ത് വന്ന് ഒരാൾ ചെന്നിട്ട് പറയുവാണ്, താണ്ടി ബ്ലാക്ക് ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ലൂഗറിന് ഭയങ്കര ദേഷ്യം വരുവാണ്. അവനെ ഞാൻ തന്നെ നേരിട്ടോളാം എന്ന് പറഞ്ഞിട്ട് ലൂഗർ അവിടെ നിന്ന് ഇറങ്ങി വരും കേട്ടോ. ഇനി ആ ഒരു ഡ്രഗ് ഡീലർ വന്നിട്ട് ഓൾറെഡി ലൂഗറിനെ കാണാൻ വന്ന് കാണില്ല. അവൻ തിരിച്ചിറങ്ങി വരുന്ന സമയത്തും കുറേ പൈസയുടെ കെട്ടൊക്കെ വന്നിട്ട് നമ്മുടെ ബൈൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നിൻ്റെ ഷെയർ ഒന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ നമ്മുടെ ബൈക്ക് സ്ട്രൈക്ക് ആവണം, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന്. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഇവനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരാൾ നിൽക്കുന്നത്. അപ്പോൾ അയാൾ വന്നിട്ട് നമ്മുടെ ബൈ ഷൂട്ട് ചെയ്തിട്ട് അവൻ എങ്ങനെയൊക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി വരും. മാത്രമല്ല ആ സമയത്ത് റിയൽ ആയിട്ടുള്ള ലൂഗർ ഇവൻ്റെ മുന്നേ വരിക. അവർ തമ്മിലുള്ള പ്രശ്നത്തിനിടയ്ക്ക് ഈ ലൂഗർ ഉണ്ടല്ലോ, റിയൽ ലൂഗർ, ആളുടെ മാസ്ക് കഴിഞ്ഞു പോകുക. അപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്, ഈ ഒരു ലൂഗർ വേറെ ആരുമല്ല ബദ്ലീനാട്ടോ. അപ്പോൾ നമ്മുടെ ബൈ ആണെങ്കിൽ ഭയങ്കര ഷോക്കായി നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ ബദ്ലിയും പറയുകയാണ്, സത്യം പറഞ്ഞാൽ നീ എന്താ വിചാരിച്ചത്, നിന്നേക്കാൾ നല്ലൊരു പോലീസ് ഓഫീസർ ആവാൻ പറ്റത്തില്ലെന്നും പറഞ്ഞല്ലോ നീ നടന്നിരുന്നേ. ഇപ്പോൾ കണ്ടില്ല എൻ്റെ അവസ്ഥ, അന്ന് നീയെ ഞാൻ ആ ഒരു മരിക്കാനുള്ള അവസ്ഥയിൽ കിടന്നപ്പോൾ നീ എന്നെ രക്ഷിക്കാതെ നീ രക്ഷപ്പെട്ട് പോയാനാന്ന് പറയാം കേട്ടോ. പക്ഷെ ശരിക്കും ഉണ്ടായ സംഭവം നമുക്കറിയാം, ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായപ്പോൾ എൻ്റെ ബൈ വന്ന് കോമയെ പോയി, അതാണ് ഉണ്ടായത്. ബാക്കി എല്ലാവരും ഇവൻ്റെ അടുത്ത് പറഞ്ഞു കാണും ബദ്ലിങ്ങനെ മരിച്ച് ബോഡി കിട്ടിയില്ല എന്നായിരിക്കും പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ബൈ പിന്നെ ഇവൻ അന്വേഷിച്ച് പോകാഞ്ഞത്, ഇവൻ മരിച്ചെന്ന് വിശ്വസിച്ചിരുന്നേ. പക്ഷെ ഇതെല്ലാം വന്ന് ബൈ എക്സ്പ്ലെയിൻ ചെയ്യുന്നെങ്കിലും ബദ്ലും വിശ്വസിക്കുന്നില്ല കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവനെ കൊല്ലാൻ വരുന്ന സമയത്ത് ബൈ പറയാണ്, നീ എന്നെ കൊന്നെന്നാലും കുഴപ്പമില്ല, പക്ഷെ നീ ആ പെൺപിള്ളേരൊക്കെ പിടിച്ചു വെച്ചിട്ടില്ലേ, അവരിന്ന് രക്ഷപ്പെടുത്തിയാൽ മതി എന്ന് പറയാം. അപ്പോൾ ബദ്ലും പറയണം, അയ്യോ എന്തൊരു നല്ലവനാ, എന്തിനാ നീ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞിട്ടും ഇവൻ്റെ അടുത്ത് പറയണം, ഞാൻ എന്തുമായിരുന്നു നിന്നെ കൊല്ലാൻ തന്നെയാണ് പോകുന്നത്, ലൂഗർ മരിച്ചപ്പോൾ ഞാൻ ലൂഗറിൻ്റെ സ്ഥാനത്ത് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ബയ്യനെ കൊല്ലാൻ നിൽക്കുക. ആ സമയത്ത് കറക്റ്റ് വന്നിട്ട് വിറ്റ ഇങ്ങനെ ലൂഗറിൻ്റെ ബാക്കിൽ നിന്ന് മാത്രമല്ലേ കാണുന്നുള്ളൂ, അവളങ്ങ് ഷൂട്ട് ചെയ്യുക കേട്ടോ. അതിൽ വന്ന് ബദ്ലും മരിച്ചു പോകാം. പിന്നെ അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് വിറ്റയ്ക്ക് മനസ്സിലാവുന്നത് ഇത് വന്ന് ബദ്ലിനാണ്. അവളാണെങ്കിൽ കരയാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്, നമ്മുടെ ബയ്യും കരയാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേക്കും പോലീസ് ഫോഴ്സൊക്കെ അങ്ങോട്ട് വരിക കേട്ടോ. മിങ്ങാണെങ്കിൽ വന്ന് നമ്മുടെ വിറ്റി ആശ്വസിച്ച് കടന്ന് പോകും. അപ്പോൾ ബയ്യ ഒരു കാര്യം ആലോചിക്കുവാണ്, ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് യൂണിഫോമൊക്കെ ഇട്ടിട്ട് ബദ്ലിയും വന്ന് കാണുമല്ലോ. അപ്പോൾ അതെല്ലാം ആലോചിച്ച് അവനും കരയാൻ തുടങ്ങുവാണ്. എന്നിട്ടാണെങ്കിൽ പോലീസുകാർ ആ ഒരു മിസ്സിങ് എന്ന് പറഞ്ഞില്ല ആ ഒരു ഗേളും, ആ ഗേളിനെ രക്ഷിക്കുവാണ് കേട്ടോ.
ഇനിയാണെങ്കിൽ പാവം നമ്മുടെ ബൈ ആണെങ്കിൽ ബദ്ലി മരിച്ചൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ചീഫ് അങ്ങോട്ട് വന്നിട്ട് പറയാം, നീ ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, കാരണം അവൻ എത്രയോ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അവനിത് കിട്ടേണ്ടത് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. മാത്രമല്ല അത് വിറ്റ് ഷൂട്ട് ചെയ്ത് ബൈ ആണ് ഈ ഒരു കാര്യം, അപ്പോൾ മേലുദ്യോഗസ്ഥന്മാർക്ക് ഇതിൻ്റെ വിവരണം അവർ കൊടുക്കണം. അപ്പോൾ വിവരണം കൊടുക്കുമ്പോൾ അവർ അതിനെ അഡാപ്റ്റായി പോകുന്നുണ്ട് കേട്ടോ. ഇനി വിറ്റിയാണെങ്കിൽ ഇത് ഈ ഒരു വിവരണം കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തും ബൈൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് ബൈ ആണെങ്കിൽ ഇവളെ അവോയ്ഡ് ചെയ്തിട്ട് പോവാണ്. ഇനി അന്ന് രാത്രി നമ്മുടെ ഹാൻഡ് വീട്ടിൽ നിന്നിട്ട് ഹാൻഡിൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ബൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബദ്ലി വന്ന എൻ്റെ നല്ലൊരു ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു, അവനെ വന്ന് വിറ്റ് ഷൂട്ട് ചെയ്ത്, നിങ്ങളുടെ കൊലപാതകയെ എന്തുമായാലും വിറ്റ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ ഞാൻ അവളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവൾ ഇതിനെപ്പറ്റി ആലോചിച്ച് ഫീൽ ചെയ്യത്തില്ലയോ എന്നൊക്കെ പറയാം കേട്ടോ. ഈ സമയത്ത് കറക്റ്റ് വിറ്റ വന്ന് അങ്ങോട്ട് വന്നിട്ടും ഒരു ബൊക്കെ മാത്രം വെച്ചിട്ട് പോവാണ്. ബൈ ആണെങ്കിൽ ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ബൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലാവുകയാണ് ഇത് വന്ന് വിറ്റ കൊണ്ടുവന്ന് വെച്ചിട്ട് പോയതാണെന്ന് കേട്ടോ. ഇനിയാണെങ്കിൽ നമ്മുടെ ചീഫ് നമ്മുടെ ബൈനെയും അതുപോലെ തന്നെ വിറ്റയും വിളിപ്പിച്ചിട്ട് പറയുകയാണ്, ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ട്, അതിൽ നിങ്ങൾ സംസാരിക്കണം എന്ന് പറയുന്ന സമയത്ത് ബൈ പറയുകയാണ്, ഇല്ല, ഈ ഒരു കേസ് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആരോ ഇതിന് കൂട്ടി നിന്നിട്ടുണ്ട്, അയാളെ ഞാൻ കണ്ടുപിടിക്കുന്നവരേക്കും ഞാൻ ഇതിൽ നിൽക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവൻ പുറത്തു പോകാട്ടോ. അപ്പോൾ ചീഫ് പറയാണ്, വിറ്റ നീ എന്തുവായാലും പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തേ പറ്റുമെന്ന് പറയണം. അങ്ങനെ ആ ഒരു പ്രസ് കോൺഫറൻസ് നടക്കും കേട്ടോ. ആ സമയത്ത് അവിടെയുള്ള ആൾക്കാർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുവാണ് ഈ പ്രസ് പീപ്പിൾസ്. ഇങ്ങനെ നിങ്ങൾ ആദ്യം പറഞ്ഞു റിയൽ ലുഗർ മരിച്ചെന്ന്, ഇപ്പോൾ പറയുന്നു വേറൊരാളെ ലുഗർന്ന്, എന്താ ഇതിൽ സത്യാവസ്ഥ എന്ന് ചോദിക്കുന്ന സമയത്തും നമ്മൾ പറയുന്നത് ശരിയാണ്, അന്ന് വന്നിട്ട് ലുഗർ ഞങ്ങളെ കബളിപ്പിച്ചതായിരുന്നു റിയൽ ലുഗർ എന്നൊക്കെ പറഞ്ഞിട്ട് ചീഫ് ആൻസർ പറയുന്നുണ്ട്. ഇനി ബൈൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ബൈ ഒന്നും ആൻസർ ചെയ്യാതെ ഇറങ്ങി പോവാട്ടോ. അതുകൊണ്ട് തന്നെ ചീഫ് വന്ന് ആ ഒരു കോൺഫറൻസ് നിർത്തി വെക്കുവാണ്. ഇത് നമുക്കറിയാലോ, ബദ്ലിൻ്റെ ഗ്രാൻഡ്മയായിട്ട് ബൈ നല്ല ക്ലോസ്, അതുകൊണ്ട് തന്നെ ആ ഗ്രാൻഡ്മയ്ക്ക് ബദ്ലിൻ്റെ ഡെഡ് ബോഡി കാണിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നത് ബദ്ലിനായിരുന്നു ലൂഗർ എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ആദ്യം ഇത് വിശ്വസിക്കാൻ പറ്റില്ല, അവരും കരയാൻ തുടങ്ങുകയാണ്. വിറ്റ് അവരെയൊക്കെ ആശ്വസിപ്പിക്കുവാണ്. അത് കഴിഞ്ഞ് ബൈ ആണ് വിറ്റ വന്നിട്ട് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വിറ്റ പറയുകയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിക്കാണ് അന്ന് ഷൂട്ട് ചെയ്തത്, പക്ഷേ അത് നിങ്ങൾക്ക് ഇത്രയും ഹേർട്ട് ചെയ്തെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി, അതുകൊണ്ട് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് വിറ്റ നേരെ ചെല്ലുന്നത് ചീഫിനെ കാണാനാണ്. ചീഫിനെ കണ്ട് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്ന സമയത്തും ചീഫ് പറയുകയാണ്, നീ ഇങ്ങനെ എടുത്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, തൽക്കാലം നീ വേണമെങ്കിൽ ഈ ബ്രാഞ്ച് വർക്ക് ചെയ്യണത്, എനിക്ക് ക്ലറിക്കൽ പോസ്റ്റിക്കും വേറൊരു ബ്രാഞ്ചിക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടും ഇവിടെ വേറൊരു ബ്രാഞ്ചിക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അവിടെ വന്നിട്ട് ഇങ്ങനെ ക്രൈം അന്വേഷണം അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ക്ലറിക്കൽ വർക്ക്സ് കാണുമല്ലോ, ഓഫീസ് വർക്ക് പോലെ, അങ്ങനത്തെ ഇതാട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവള് ഒരു മിസ്സിങ് പെണ്ണെന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടന്നില്ലായിരുന്നു വിറ്റ. അപ്പോൾ ആ ഒരു പെണ്ണ് വന്നിട്ട് വിറ്റയെ കാണാനായിട്ട് വരും കേട്ടോ. ഇനി സംസാരിക്കുന്ന സമയത്ത് വിറ്റയാണെങ്കിൽ പെണ്ണിൻ്റെ നമ്പറൊക്കെ വാങ്ങി ഇവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ അവളുടെ സാധനങ്ങളൊക്കെ ആ ഒരു ഓഫീസിൽ നിന്ന് പാക്ക് ചെയ്യുകയാണ്, കാരണം അവൾക്ക് വേറൊരു ഓഫീസിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ല, അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും സങ്കടമുണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്, പക്ഷെ ബൈ മാത്രം അങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. ബൈക്ക് സത്യം പറഞ്ഞാൽ നല്ല ഫീലിങ്സ് ഉണ്ടെങ്കിലും അവൻ വന്നിട്ട് അത് പുറത്ത് കാണിക്കാതെ ആൾ ഫേസ് ചെയ്യാതെ നിൽക്കുവാണ്. ഇനി പുതിയൊരു ഓഫീസിൽ ചെല്ലുന്ന സമയത്തും വിറ്റ് വന്നിട്ട് ഇവിടെ എന്താ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള നിലയ്ക്കാണ്. അവിടെ ഇവിടെ ശബ്ദം കേട്ടാൽ പോലും തോക്കെടുക്കാൻ നോക്കുക, പക്ഷെ അവളുടെ കയ്യിൽ തോക്കില്ല, കാരണം അവളിപ്പോഴും ക്ലറിക്കൽ പോസ്റ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ അവൾ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സെൻ ഇവളെ വീഡിയോ കോൾ ചെയ്യാം കേട്ടോ. അപ്പോൾ അവൾ അറ്റൻഡ് ചെയ്യുക, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്ന് സെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവൻ പറയുകയാണ്, നീ ഒരു സ്മൈൽ മാത്രം ചെയ്താൽ മതി, ഞാൻ ഹാപ്പിയോ എന്നൊക്കെ പറഞ്ഞ സമയത്ത് വിറ്റ് ചിരിച്ച് കാണിക്കുകയാണ്, ഞാൻ പെട്ടെന്ന് തന്നെ നിന്നെ മീറ്റ് ചെയ്യാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് സെൻ ആ വീഡിയോ കോൾ കട്ട് ചെയ്യുവാണ് കേട്ടോ. എന്നിട്ടാണെങ്കിൽ അന്ന് വന്നിട്ട് ആ മിസ്സിങ് ആയിട്ടുള്ള പെണ്ണ് വന്നിട്ട് ഇവളെ വന്നിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അവളാണെങ്കിൽ ആ പെണ്ണ് കുറേ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ആ പെണ്ണ് അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം. ആ സമയത്ത് ഒരു ബ്ലാക്ക് കാറ് ആ ഒരു മിസ്സിങ് ആയ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് വിറ്റിക്ക് ഭയങ്കര ഡൗട്ട് ആയതുകൊണ്ട് വിറ്റ് വന്നിട്ട് ആ ഒരു ബ്ലാക്ക് കാറിനെ ഫോളോ ചെയ്തിട്ട് പോകുക. അതൊരു ബിൽഡിങ്ങിന് മുന്നിൽ നിർത്തുവാണ് കേട്ടോ. ആ ബിൽഡിങ്ങിനകത്ത് കയറി നോക്കുന്ന സമയത്ത് അത് ഹോസ്പിറ്റലാണ്. ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും CCTV ക്യാമറയില്ല, യാതൊരു സെക്യൂരിറ്റി ഫോഴ്സസും ഇല്ല കേട്ടോ. ഇനി അകത്ത് കയറുന്ന സമയത്ത് അവിടെയുള്ള ആ ഒരു നേഴ്സുകൾ സംസാരിക്കുന്ന നമ്മൾ കേൾക്കുവാണ്, C8 പേഷ്യൻറ്റിനെ C9 വന്ന് ഡോണർ ഉണ്ടെന്ന് പറയണം. അപ്പോൾ ഇവളിത് കൺഫേം ചെയ്യാൻ വേണ്ടി ചെന്ന് നോക്കുന്ന സമയത്തും C9 കിടക്കുന്ന ഈ മിസ്സിങ് ആയിട്ടുള്ള പെണ്ണില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഫ്രണ്ട്സ് ആവാമെന്ന് പറയില്ല ആ പെണ്ണ്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് വിറ്റിക്ക് ആകെ ഡൗട്ടായിട്ട് C8 ചെന്ന് നോക്കുക. അവിടെ നോക്കുന്ന സമയത്ത് ചീഫിൻ്റെ വൈഫ് കിടക്കുന്ന കേട്ടോ. എന്നിട്ടാണെങ്കിൽ ചീഫ് ഉള്ള പിന്നിൽ വന്നതെന്ന് ചോദിക്കുകയാണ്, ചീഫ് ഇത് നിങ്ങളുടെ വൈഫല്ലേന്ന്. അപ്പോൾ ഇയാളാണെങ്കിൽ ഇവളെയാണെങ്കിൽ അടിച്ചിടുക. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനായിരുന്നു ഏറ്റവും വലിയ ചതിയൻ ഇതിനകത്ത്, ഈ ചീഫ്.
അപ്പോൾ ഈ ശബ്ദം കേട്ട് ചീഫിൻ്റെ വൈഫ് എണീക്കുന്ന സമയത്തും ചീഫിൻ്റെ വൈഫിന് ഈ കാര്യമൊന്നും അറിയത്തില്ല, ഇവൻ ചതിക്കുന്ന കാര്യമൊന്നും. ചീഫിൻ്റെ വൈഫ് വിചാരിച്ചിരിക്കുന്ന ഇവൻ വന്നിട്ട് ഭയങ്കര ഡീസൻ്റ് ആയിട്ടൊരു പോലീസ് ഓഫീസറാണ് കേട്ടോ. അപ്പോൾ ആൾ വന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാളും നോർമലായിട്ട് സംസാരിക്കാം. ആ സമയം കൊണ്ട് വിറ്റ് രക്ഷപ്പെടുക കേട്ടോ. ഇത് മനസ്സിലാക്കി അയാൾ വിറ്റയെ ഫോളോ ചെയ്ത് വന്നിട്ട് തോക്കെടുത്ത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്തും ഇവളുടെ മുന്നേ കയറി വരുന്നൊരു നേഴ്സ് ഉണ്ട്. ആ നേഴ്സിനെ ഷൂട്ട് ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് വേറൊരു നേഴ്സ് ഓടി വരികയാണ്. എന്നിട്ട് ആ സമയത്ത് ആ ഒരു നേഴ്സ് ഓടി വരുന്ന സമയത്തും പെട്ടെന്ന് തന്നെ ഈ ചീഫ് പറയണം, അതെ ഈ വിറ്റിയാണ് ഷൂട്ട് ചെയ്തത് ഞാൻ കണ്ടാന്ന് പറഞ്ഞ സമയത്തും ആ നേഴ്സിന് വന്നിട്ട് ചീഫ് പറഞ്ഞത് വിശ്വസിക്കാൻ വയ്യ. അവിടെ ചീഫിന് ഭയങ്കര ഡൗട്ടായി നോക്കുന്നതുകൊണ്ട് ആ ഒരു നേഴ്സിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുക. ആ സമയത്ത് വിറ്റ ഈ നേഴ്സിനെയും കൊണ്ട് ഓടുക കേട്ടോ ആ നേഴ്സിനെ ഷൂട്ട് ചെയ്യാതിരിക്കാനായിട്ട്. ഈ നേഴ്സിനെയും കൊണ്ട് ഓടുന്ന സമയത്ത് വിറ്റ് ചോദിക്കുക, ഇത് എന്താ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് CCTV ക്യാമറാസ് ഒന്നും ഇല്ലാത്ത എന്നിട്ടാ. അപ്പോൾ ആ നേഴ്സ് പറയുകയാണ്, ഇവിടെ വന്ന് ഇല്ലീഗലായിട്ടും ഓർഗൺ എല്ലാം ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണെന്ന് പറയാം കേട്ടോ. ആ സമയത്ത് കറക്റ്റ് വന്നിട്ട് ഈ ഒരു ചീഫ് വന്നിട്ട് ഈ ഒരു നേഴ്സിനെ ഷൂട്ട് ചെയ്യാം. എന്നിട്ടാണ് ഈ വിറ്റൊരു സ്ഥലത്ത് നിന്ന് ഒളിച്ചിരിക്കുക കേട്ടോ. പക്ഷെ അതും നമ്മുടെ ചീഫ് കണ്ടുപിടിക്കുകയാണ്. ഇനിയിപ്പോൾ ചീഫ് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തോക്ക് നമ്മുടെ വിറ്റയുടെ കയ്യിൽ കൊടുത്തിട്ട് ഈ ചെയ്ത ക്രൈമെല്ലാം വിറ്റയുടെ തലയിലാക്കാന്നാണ് പ്ലാൻ. പക്ഷെ എന്നിട്ട് വിറ്റയെ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ട് ബൈ എൻട്രി ആവും കേട്ടോ. എന്നിട്ടാണ് ഈ ബൈ വന്നിട്ട് ചീഫിന് നേരെ തോക്ക് ചൂണ്ടി നിൽക്കുവാണ്. അപ്പോൾ വിറ്റൊരു ട്വിസ്റ്റ് പറയുകയാണ്, സത്യം പറയുന്നത് നമ്മൾ ഇത്രയും നേരം വിചാരിച്ചിരുന്ന ബദ്ലിനായിരുന്നു റിയൽ ലൂഗർന്ന്. പക്ഷെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇടയിലുണ്ടായിരുന്ന ഈ കള്ളൻ എന്ന് വെച്ചാൽ ഈ ചീഫ് ആളാണ് റിയൽ ലൂഗർ. ബദലിനെ കൊണ്ട് അങ്ങനെ അഭിനയിപ്പിച്ചതാണെന്നുള്ള കാര്യം പറയാം കേട്ടോ. ഇനിയാണെങ്കിൽ ചീഫ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയാൻ തുടങ്ങുവാണ്. എന്ത് സംഭവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വന്ന് ഈ ചീഫ് വന്നിട്ട് ഈ ബദലിനെ ഇഷ്ടപ്പെടുത്തിയത് ഈ ചീഫാണ്. അപ്പോൾ ചീഫ് മെല്ലെ മെല്ലെ ബദലിൻ്റെ മനസ്സിലേയും ഇങ്ങനെ ഈ നീ വന്നിട്ട് എപ്പോഴും എന്തിനാണ് അവൻ്റെ കീഴിൽ തന്നെ ജീവിക്കുന്നത് എന്നൊക്കെ സംസാരിച്ച് ബദലിൻ്റെ മനസ്സ് മാറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യം എല്ലാം വന്ന് ചീഫ് പറയുക കേട്ടോ. ഇനി പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ വിറ്റ് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഹാൻഡ് നഷ്ടപ്പെട്ട് ഇപ്പോൾ ബദൽ നഷ്ടപ്പെട്ടു, ഇനി നിങ്ങളെയും നഷ്ടപ്പെടരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചീഫ്, അവിടെ നിങ്ങൾ സറണ്ടർ ആവുമെന്നൊക്കെ നമ്മുടെ ബൈ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ചീഫ് അതൊന്നും കേൾക്കാൻ തയ്യാറല്ല, ഷൂട്ട് ചെയ്യുന്നൊക്കെ രീതിയിൽ നിൽക്കും. അപ്പോൾ ബൈ പറയുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ എന്നെ ഷൂട്ട് ചെയ്തോ, എന്നെ കൊന്നേക്ക് കുഴപ്പമില്ല, പക്ഷെ വിറ്റേ വെറുതെ വിടുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ സറണ്ടർ ആവുന്ന പോലെ നിൽക്കുവാണ്. അപ്പോൾ ഈ ചീഫ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നാളെ ബൈനെ ഷൂട്ട് ചെയ്തിട്ട് വിറ്റേയും ഷൂട്ട് ചെയ്യാം. ആ സമയത്ത് കറക്റ്റ് അപ്പോഴേക്കും പോലീസ് ഫോഴ്സ് എല്ലാം തന്നെ ഇവൻ്റെ ഈ ഒരു അറിയിപ്പ് പ്രകാരമാണെന്ന് തോന്നുന്നു അങ്ങോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വളഞ്ഞ്. അപ്പോൾ വിറ്റ് പറയുകയാണ്, നിങ്ങൾ ഇനി സറണ്ടർ ആഫ് ചീഫ്, അത് നല്ലതെന്ന് പറയുന്ന സമയത്ത് ഇയാൾക്ക് വന്നിട്ട് വൈഫിൻ്റെ കോൾ വരും ചീഫിന്. അത് വൈഫ് പറയണേ, എനിക്ക് വന്നിട്ട് എൻ്റെ ഭർത്താവ് എന്ത് നല്ലൊരു പോലീസ് ഓഫീസറാണെന്നറിയോ, ന്യായത്തിന് നീതിക്കൊക്കെ നടക്കുന്ന ആളാന്നൊക്കെ പറയുന്ന സമയത്ത് ഇവന് പെട്ടെന്ന് വന്ന് മനസ്സ് മാറുവാണ് ചീഫിന്. കാരണം വൈഫ് അത്രയും വിശ്വസിക്കുന്നുണ്ട് ഇവൻ അത്രയും നല്ലവനാണ്. ഇത്രയും തെറ്റ് ചെയ്യുന്ന കാര്യമൊന്നും വൈഫിനാണ് അറിയത്തില്ല. അയാൾക്കാണെങ്കിൽ വൈഫ് എന്ന് വെച്ചാൽ അത്രയും ജീവനുമാണ്. അപ്പോൾ മനസ്സ് മാറിയിട്ട് പറയണം, എൻ്റെ ഭാര്യയുടെ അടുത്ത് പറയണം, എൻ്റെ വൈഫിൻ്റെ അടുത്ത് പറയണം ഞാൻ ഡ്യൂട്ടിക്കിടെ മരണപ്പെട്ടെന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് തലയിൽ ഷൂട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് സൂസൈഡ് ചെയ്യുക കേട്ടോ. ഇനി അവിടെ നിന്നൊക്കെ സീൻ കട്ടായി കഴിഞ്ഞ് പിറ്റേന്ന് കാണിക്കുക. ഓൾറെഡി നമ്മുടെ ബൈക്കും അതുപോലെ തന്നെ വിറ്റയ്ക്കും വന്നിട്ട് ആ ഒരു ഗണ്ണുകൊണ്ട് ഷോട്ട് കിട്ടിയായിരുന്നല്ലോ. അതുകൊണ്ട് വിറ്റ് വന്നിട്ട് മയങ്ങി എണീക്കുന്ന സമയത്തും വാസു ആണെങ്കിൽ വിറ്റയെ കളിയാക്കരുത്, എനിക്ക് ഇത് ഏതാ വർഷം എന്നൊക്കെ അറിയാവുമെന്ന് ചോദിക്കണം. അപ്പോൾ വിറ്റ് പറയണത് എൻ്റെ തലയ്ക്ക് പ്രശ്നമൊന്നുമില്ല, എന്നെ ചുമ്മാ കളിയാക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിക്കുക. എന്നിട്ടാണ് വിറ്റ് ചോദിക്കുന്നത് ബൈ എന്ത് ചെയ്യുന്നു ചോദിക്കുന്ന സമയത്ത് എല്ലാവരും പറയണം അവൻ ഇതുവരെ മയക്കത്തിന് എണീറ്റിട്ടില്ലെന്ന്. ഇനി 2 ദിവസം കഴിയുന്ന സമയത്ത് വിറ്റ് വന്നിട്ട് ഒരുവിധമൊക്കെ ഓക്കെ ആയിട്ടോ. അപ്പോൾ ബയ്യനെ മീറ്റ് ചെയ്യാനായിട്ട് പോകും. കാരണം ബൈ ഇതുവരെ മയക്കത്തിന് എണീറ്റില്ല. എന്നിട്ടാണെങ്കിൽ അവൾ ആകെ സങ്കടത്തിൽ നിൽക്കുന്ന സമയത്ത് ബയ്യൻ്റെ സൗണ്ട് കേൾക്കുന്നു. ബൈ ചോദിക്കാൻ നിനക്ക് എന്താ നിൻ്റെ റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്തോടെ എന്നും. അപ്പോഴാണ് അവൾക്ക് ഭയങ്കര സന്തോഷമാകുന്നത്. ഇവളാണെങ്കിൽ ബയ്യനെ ഹഗ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് കിസ് ചെയ്ത് അവരാണെങ്കിൽ ആ ഒരു ടെൻഷനൊക്കെ മാറി അതിൻ്റെ ഒരു സന്തോഷം ഇതാക്കുക കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറയാം. എന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഞാൻ അവിടെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് ബൈ പറയുവാണ്, നിൻ്റെ ആ കഴുത്തിലൊരു ചെയിനും അതുപോലെ തന്നെ ഒരു റിങ്ങും കിട്ടില്ലേ, അതിനകത്തൊരു സിഗ്നൽ ട്രാൻസ്മിറ്ററും ഉണ്ട്, അത് വെച്ചിട്ട് ഞാൻ തന്നെ ട്രേസ് ചെയ്ത് വന്നതെന്നൊക്കെ പറയാം. അപ്പോൾ ഇവരിങ്ങനെ നല്ല സ്നേഹത്തിൽ ഇരിക്കുന്ന സമയത്തും നമ്മുടെ ബയ്യൻ്റെ പപ്പയും അമ്മയും അങ്ങോട്ട് വരും കേട്ടോ. ഫസ്റ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയ്യൻ്റെ അമ്മയ്ക്കൊന്നും ഇഷ്ടമല്ലല്ലോ, ഒരു 2 പേരും പോലീസ് ഓഫീസറാണ്, കല്യാണം കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഇപ്പോൾ അവർ പറയണം നിങ്ങളുടെ കല്യാണം ഞാൻ തന്നെ അറേഞ്ച് ചെയ്യാൻ പോകാം, ഇവൻ പ്ലാനിനെ കണ്ടുപിടിക്കാൻ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോകാം. സത്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ ബയ്യും വിറ്റിയും കല്യാണം കഴിക്കുന്നതിന് അവർ ഓക്കെ ആയി, പാരൻസിൻ്റെ സമ്മതം കിട്ടി, വാസുവിനും ഓക്കെയാണ്. ഇനിയിപ്പോൾ അതിലൊരു തടസ്സവും ഇല്ല. അവിടുന്ന് സീൻ കട്ടായി കാണിക്കുന്ന നമ്മുടെ വിറ്റയുടെയും ബൈയുടെയും മാരേജ് ആണ്. അപ്പോൾ വാസുവാണ് വിറ്റയും കൂട്ടി വരുന്നത്. വാസു ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നല്ലൊരു മാരേജ് നടക്കട്ടെ. മാത്രമല്ല നമ്മുടെ മിങ്ങും ലിങ്കും നല്ല സെറ്റായി. ഈ നമ്മുടെ നിക്ക് അന്നൊരു ഓഫീസർ ലേഡിയുടെ അടുത്ത് ഡിന്നറിന് വരുമോയെന്ന് ചോദിച്ചില്ലായിരുന്നോ. അപ്പോൾ ആ ഒരു ലേഡിയുടെ അടുത്ത് അവൻ ചെന്ന് നിൽക്കുമ്പോൾ ആ ലേഡിക്കും തിരിച്ച് നമ്മുടെ നിക്കിനെ ഇഷ്ടമാണ്. അതിനുശേഷം ഇപ്പോൾ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അതിനൊരു ഷൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് നടത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബയ്യാണെങ്കിൽ നമ്മുടെ
സിംഹം ഉണ്ടല്ലോ അതിൻ്റെ തൊപ്പി, ഇനി നമ്മുടെ വിറ്റിയാണെങ്കിൽ ഒച്ചിൻ്റെ തൊപ്പി, രണ്ടുപേരും നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തും കേട്ടോ. അപ്പോൾ വിറ്റ് പറയുകയാണെങ്കിൽ എനിക്ക് ആ തൊപ്പി താന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തൊപ്പിയൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ നല്ല വൃത്തിക്ക് എടുക്കും കേട്ടോ. എന്നിട്ട് വിറ്റ് പറയുകയാണെങ്കിൽ ഞാനിവിടെ പോലീസ് ട്രെയിനിങ്ങിനുള്ള സമയത്ത് ഈ കാണുന്ന മരം ഉണ്ടല്ലോ എനിക്ക് ഓടി വയ്യാതാകുമ്പോൾ അവിടെ വന്ന് കംപ്ലയിൻസ് ഒക്കെ പറയുന്നതെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനൊരു സംഭവം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് വിറ്റ് തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് പൈ പറയാണ് നമ്മുടെ പോലീസിൻ്റെ കടമ എന്ന് വെച്ചാൽ ജനങ്ങളെ രക്ഷിക്കണം, അതുപോലെ തന്നെ സ്വയം രക്ഷിക്കാനും പറ്റണം, അങ്ങനെയല്ലേ ചോദിക്കുന്ന സമയത്ത് വിറ്റ് ശരി അന്നുണ്ടായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് വന്നിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് ഇവളിങ്ങനെ ക്ഷീണിച്ചിരിക്കുമല്ലേ. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇവൾക്ക് വാട്ടർ ബോട്ടിലൊക്കെ കൊടുത്തിട്ട് ഇവൾ താങ്ക്സ് പറയുന്നതിന് മുമ്പ് പോയി കാണും കേട്ടോ. അപ്പോൾ ഇവൾ അയാളെ മോക്ക് കണ്ടിട്ടില്ല. അപ്പോൾ അത് നിങ്ങളാണോ ബൈ എന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഹാപ്പി ആവുക കേട്ടോ. ഇനി അവിടുന്ന് സീൻ കെട്ടായ പോലീസ് സ്റ്റേഷനെ കാണിക്കട്ടെ. അപ്പോൾ നിക്ക് എല്ലാവരുടെ അടുത്തും പറയാനും താണ്ടി ഇന്ന് നമുക്ക് പുതിയൊരു കോവർക്കർ ഇവിടെ വരാൻ പോകുന്നുണ്ട്, ജോയിൻ ചെയ്യാനായിട്ട് വരാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ആ വരുന്ന പിഴയെന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വിറ്റിയുടെ കണക്ക് തന്നെയാണ്, ഹൈറ്റ് ഇല്ല, മീൻസ് ഫിസിക്കൽ സ്കിൽസ് എല്ലാം കുറവാണ്, പക്ഷേ ഇൻ്റലിജൻസ് ഭയങ്കര പക്കിയ കേട്ടോ. അപ്പോൾ ഇവൾക്ക് ആരെങ്കിലും കോച്ച് കൊടുക്കണമല്ലോ. ആ സമയത്ത് വിറ്റ കറക്റ്റ് അങ്ങോട്ട് വന്നിട്ട് പറയാണ് ഈ പെണ്ണിനെ ഞാൻ കോച്ച് തുറന്ന്. അപ്പോൾ നമ്മുടെ വിറ്റയെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് പ്രൗഡായി നിൽക്കുവാണ് നമ്മുടെ ബൈ. ഇനിയാണെങ്കിൽ കുറേ വർഷം കഴിഞ്ഞ് കാണിക്കുക. അപ്പം നമ്മുടെ ബൈക്കും വിറ്റയ്ക്കും ഇപ്പോൾ ഒരു മോളുണ്ട് കേട്ടോ, ഒരു കുഞ്ഞി മോള്. അതുപോലെ തന്നെ നമ്മുടെ മിങ് അതുപോലെ തന്നെ ലിങ് രണ്ടുപേരും കല്യാണം കഴിച്ച് മിങ് പ്രഗ്നൻ്റ് ആണ്. നിക്കും പിന്നെ ആ ഒരു ഓഫീസറിൻ്റെ ഇടയിൽ അവർ രണ്ടുപേരും കല്യാണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് വന്നിട്ട് നമ്മുടെ വിറ്റയുടെയും ബൈൻ്റെയും മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വാസും മൂവും വന്ന് വേറൊരു സ്ഥലത്താണ്. അവിടുന്ന് വീഡിയോ കോൾ ചെയ്യുക കേട്ടോ. വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് വാസു പറയാണ് ഞാൻ നിനക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് അയച്ചെന്ന് പറഞ്ഞിട്ട് അയച്ചേക്കുന്നത് വന്നിട്ട് ഒരു കേക്കാണ്. അപ്പോൾ അത് കണ്ടിട്ട് എങ്ങനെയുണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതെന്നൊക്കെ പറയുന്ന സമയത്തും ഈ ഒരു പെങ്കൊച്ച് പറയാണ് വാസു അങ്കിൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചുമ്മാ കള്ളം പറയുന്നത്, ഇത് വന്ന് മൂണ്ടാക്കിയ കേക്കാ, നിങ്ങൾ വന്ന് അതിൻ്റെ മേലെ പേര് മാത്രമല്ലേ എഴുതുള്ളൂ, കള്ളൊന്നും പറയരുത്. എനിക്ക് അപ്പോഴേ നിങ്ങൾ ഭയങ്കര ബിസിയാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ് തന്നെ എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയാം കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ വിറ്റയുടെ ആ ഒരു സ്കിൽസ് ഉണ്ടല്ലോ, ഭയങ്കര അനലിറ്റിക്കൽ സ്കിൽസ് എല്ലാം തന്നെ ആ ഒരു പെങ്കൊച്ചിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല അങ്ങനെ വേറൊരു സംഭവം കാണിച്ചു കഴിഞ്ഞാൽ ഈ പെങ്കൊച്ചിൻ്റെ സ്കൂളിലൊരു പ്രോഗ്രാം നടക്കുക. അപ്പം നമ്മുടെ വിറ്റിയും പയ്യ അവിടെയുണ്ട് കേട്ടോ. അപ്പം ഇവർ വിചാരിക്കുക ഇവളെങ്ങാണ്ട് പ്രിൻസസിൻ്റെ റോള് ചെയ്യുന്നു. നോക്കുന്ന സമയത്തും പ്രിൻസസിൻ്റെ റോൾ ഒരു ചെറുക്കന് കൊടുത്തിട്ട് പ്രിൻസിൻ്റെ റോളാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് ഇതിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ഇനി ആ ഒരു പ്രോഗ്രാം കഴിയുന്ന സമയത്തും ഈ ഒരു പ്രിൻസസിൻ്റെ റോള് ചെയ്തില്ലേ ഒരു ചെറുക്കൻ, ആ ചെറുക്കനെ വിളിച്ചിട്ട് ബൈ സംസാരിക്കുക. അപ്പോൾ ഈ ചെറുക്കൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലുതാവുമ്പോൾ എന്തായാലും അവളെ കല്യാണം കഴിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പയ്യൻ്റെ മോളെ കല്യാണം കഴിക്കും എന്നുള്ള രീതിക്ക് പറയും കേട്ടോ. എന്നിട്ട് ആ പെങ്കൊച്ചി വരുന്ന സമയത്ത് പറയണം നീ എന്തുവായാലും എനിക്കൊരു 3 ഡേറ്റ്സ് തരണം എന്നൊക്കെ പറയുകയാണ്. 3 ഡേറ്റ്സ് തരണം, അതിനുള്ളിൽ ഞാൻ തന്നെ വളച്ചിരിക്കുന്നൊക്കെ പറഞ്ഞില്ല അവിടെ. അപ്പം ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് കൊണ്ട് നോക്കുന്ന സമയത്ത് സെന്ന അങ്ങോട്ട് വരും കേട്ടോ. സെന്നാണ് ആ കൊച്ചിന് ഫുള്ള് പറഞ്ഞു കൊടുക്കുന്നത്, എടാ നീ ആ പെങ്കൊച്ചിന് എന്തുവല്ലം വളച്ചിരിക്കണം, പപ്പയുടെ ഫുൾ സപ്പോർട്ട് നിനക്ക് തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണെങ്കിൽ നമ്മുടെ വിറ്റാണെങ്കിൽ ഇതെല്ലാം ഭയങ്കര കോമഡി ആയിട്ട് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവന് ഈ ചെറുക്കനെ പിടിച്ചുകൊണ്ട് പോവുക സെന്നെ. ആ സമയത്ത് നമ്മുടെ ബൈ ആണെങ്കിൽ എടാ എൻ്റെ മോൾ ഒരിക്കലും നിനക്ക് കെട്ടിച്ചേരത്തില്ലടാ, എൻ്റെ മോന് കെട്ടിച്ചേരത്തില്ല എന്ന് പറഞ്ഞിട്ട് ബൈ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇനി അവിടുന്ന് സീൻ കട്ടായ ബൈ വന്നിട്ട് വീട്ടിലേക്ക് കോഫി എല്ലാം ഇട്ട് കൊടുക്കുക. ആ സമയത്ത് അവരുടെ ആ കൊച്ചു മോളുണ്ടല്ലോ, ആ കുഞ്ഞു മോള്, അവൾ വന്നിങ്ങനെ ബോളൊക്കെ തട്ടി കളിക്കുമ്പോൾ ബൈ ഒരാൾ സൂക്ഷിച്ച് കളിക്കുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ബോൾ കുറച്ച് ദൂരെ ചെന്ന് വീഴും. അപ്പോൾ ആ ഒരു കൊച്ചു പെണ്ണാണെങ്കിൽ ആ ഒരു ബോൾ എടുക്കാൻ പോകുന്ന സമയത്ത് ലൂഗറിൻ്റെ പോലെ വേഷം ധരിച്ച ഒരാൾ വന്നിട്ടാണ് ആ ഒരു ബോൾ എടുത്ത് കൊടുക്കുന്നത്. അയാളുടെ കയ്യിലാണെങ്കിൽ പൊള്ളിയതിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ആ ബോൾ എടുത്ത് കൊടുത്തിട്ട് ആ കൊച്ചിൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ നിനക്ക് വേണ്ടിയാണ് ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്, നിൻ്റെ പപ്പയോട് പറയുക നിൻ്റെ പപ്പയുടെ ഫ്രണ്ടായിട്ടുള്ള ലൂഗർ വന്നിട്ടുണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ആ കൊച്ചു അയാളെ കയ്യിൽ നിന്ന് ആ ബോൾ വാങ്ങുകയാണ്. ഈ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു സീരീസ് ഇവിടെ കംപ്ലീറ്റ്ലി അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.